ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷൻ നമ്മൾ മാർച്ച് മുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒടുവിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ഈ വർഷത്തെ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 12,256, 12,256 വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഏറ്റവും എല്ലാവരെയും ഡ്രീം ജോബ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് SSCയുടെ CGL എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാ തവണയും പേ സ്കെയിൽ 8 വിളിക്കാറില്ല. തവണ പേ സ്കെയിൽ 8 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് പേ സ്കെയിൽ 8 എന്ന് പറയുന്നത്. പേ സ്കെയിൽ 8 വരുന്ന സമയത്ത് സാലറി 1,50,000 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട്. 1,50,000 രൂപയാണ് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയിട്ട് ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ലേ. അപ്പം ഇത്തവണ പേ സ്കെയിൽ 8 വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ May 21 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. June 22 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ദെൻ അതിൻ്റെ Tier 1 എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിലാണ് വരുന്നത്. Tier 2ന്റെ എക്സാമിനേഷൻ വരുന്നത് അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഡിസംബറിലാണ് അതിൻ്റെ Tier 2ന്റെ എക്സാമിനേഷൻ വരുന്നത്. ദെൻ ഇനി അതിൽ പേ സ്കെയിൽ 8 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാലറി സ്ട്രക്ചർ 1,51,100 വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പോസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഏജ് ലിമിറ്റ് 18-30 പറയുന്നത്. അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 year ഏജ് റിലാക്സേഷനും OBCക്ക് 3 year ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ദെൻ പേ സ്കെയിൽ 7 അതിൻ്റെ പോസ്റ്റും ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണെന്ന് പറയുന്നുണ്ട്. ഏജിന്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അത് പോസ്റ്റ് അനുസരിച്ചിട്ട് ഏജ് മാറും. അതിൽ തന്നെ നമുക്ക് ഏജ് റിലാക്സേഷനും എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പേ സ്കെയിൽ 4 വരുന്ന സമയത്ത് അതിൻ്റെ പോസ്റ്റുകളും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെന്നും അതിൻ്റെ ഏജ് ക്രൈറ്റീരിയ 18-27 ആണ്. അതിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് SC/ST OBC കാൻഡിഡേറ്റ്സിന്. ദെൻ പിന്നെ ഇതിൽ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോസ്റ്റിൻ്റെ ഏജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ദെൻ SC/ST കാൻഡിഡേറ്റ്സിന് 5 year ഏജ് റിലാക്സേഷനും OBCക്ക് 3 year ഏജ് റിലാക്സേഷൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണ്, പെട്ടെന്ന് എന്തൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അഡീഷണൽ പെർമിസിബിൾ റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ഗ്രൂപ്പ് സി പോസ്റ്റിലത്തേക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, Tier 1 Tier 2 വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൽ Tier 1 വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആണ് അവർ സെക്ഷൻ ടൈം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ABCD 4 സെക്ഷനാണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഈച്ച് 50 മാർക്സ് ആണ്, അതായത് 2 മാർക്സ് ആണ്. ഓരോ സെക്ഷനും 15 മിനിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ടൈം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി Tier 2 വരുന്ന സമയത്ത് Tier 2ൽ തന്നെ പേപ്പർ 1 വരുന്നുണ്ട്. അതിൽ തന്നെ സെഷൻ 1 2 hour and 50 minutes ആണ്. സെക്ഷൻ 1ലെ മാത്തമെറ്റിക്സ് ആൻഡ് റീസണിങ് ഉണ്ട്. 30 ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് ഈച്ച് ആണ്. 180 മാർക്സിനാണ്. ഓരോ സെക്ഷനും 30 മിനിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ തന്നെ സെഷൻ 2ന്റെ കാര്യം പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ് ആണ്. 45 ക്വസ്റ്റ്യൻസ്, 25 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 70 ക്വസ്റ്റ്യൻസിന് ഇൻറ്റു 3 210 മാർക്സ് ആണ്. അതിനും 1 hour and 20 minutes with the section timer of 40+15 55 minutes for each സബ്ജക്റ്റ് A ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ 3യുടെ കാര്യം പറയുന്നുണ്ട്, 4ന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഫീസ് വരുന്നത് ജനറൽ OBC EWS മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത്
100 രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC/STക്ക് ഫീസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മുടെ എജുബിയിൽ ഈ വരുന്ന മെയ് 27-ന് നമ്മൾ SSC CGL ഫോക്കസ് ചെയ്തുകൊണ്ട് 75 ഡേയ്സ് ഒരു കോഴ്സ്, ക്രാഷ് കോഴ്സ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 999 ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. സോ നിങ്ങൾ SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവരാണ്, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങണം, ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും എജുബിയെ കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.